പോലീസ് വേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മുൻമന്ത്രി തോമസ് ഐസക്. എല്ലാ സർക്കാരിന്റെ കാലത്തും പുഴുക്കുത്തുകൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. ചരിത്രത്തിൽ പോലീസ് വേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മുൻമന്ത്രി തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. എല്ലാ സർക്കാരുകളുടെ കാലത്തും പുഴുക്കുത്തുകൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അവരുടെ സർക്കാരിന്റെ കാലത്തെ പോലീസിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നത് നല്ലതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി. അത് മറികടക്കാനാണ് പോലീസ് വിഷയം കോൺഗ്രസ് ഉയർത്തുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. രമേശ് ചെന്നിത്തല അദ്ദേഹം മന്ത്രിയായിരുന്ന കാലം മറന്നുപോയിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ഉരുട്ടിക്കൊലകളൊക്കെ എത്രയാണ്. പോലീസിൽ എന്നും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഇരകള് രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട പോലീസ് അട്രോസിറ്റീസ് പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ടാക്കിയത്. ഒരു ജഡ്ജിയെ തന്നെ അതിന്റെ അധ്യക്ഷനായിട്ട് വെച്ചത്. അതിന്റെ കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴും കംപ്ലൈന്റ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം 94 കംപ്ലൈന്റ്സ് ഉണ്ടായി. ഈ വർഷം ഇതിനകം തന്നെ 40-ലേറെ കംപ്ലൈന്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDF ഭരണകാലത്തേക്കാൾ എത്ര കുറവാ? 2018 808 കംപ്ലൈന്റ്സ് ഉണ്ടായതാണ് കഴിഞ്ഞ വർഷം 94 കുറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.